بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين ബഹുമാന്യരായ വിശ്വാസിനികളെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം വഴിപ്പെട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ കഴിവിൻ പടി പിന്തുടർന്ന് മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം നിരന്തരം പരിശ്രമിക്കുകയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മളെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ലോകത്തെ ഏറ്റവും കൂടുതൽ പലതരത്തിൽ ആക്രമിക്കപ്പെടുന്ന, പലതരത്തിൽ അപവദിക്കപ്പെടുന്ന, ഒറ്റപ്പെടുത്തപ്പെട്ട ഒരു സമുദായമാണ് ഇന്ന് മുസ്ലിം സമുദായം. പണ്ടവർ എന്തൊക്കെയോ ആയിരുന്നു, ലോകത്തെ ഭരിച്ചിരുന്നവരായിരുന്നു, നിയന്ത്രിച്ചു വരുന്നവരായിരുന്നു. ലോകത്തെ വിദ്യാഭ്യാസവും വിജ്ഞാനവും ശാസ്ത്രവും സാഹിത്യവും ഒക്കെ ലോകത്തിന് കൈമാറ്റം ചെയ്തവരും കയറ്റുമതി ചെയ്തവരുമായിരുന്നു എന്ന ചരിത്രം നമ്മളിങ്ങനെ വായിച്ചു പോവുകയോ എവിടെയെങ്കിലും പറഞ്ഞു കേൾക്കുകയോ ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ തന്നെ ആയിരുന്നോ എന്ന് അന്തം വിടുന്ന, അതൊക്കെ കെട്ടുകഥകളായിരിക്കും എന്ന് വരെ പറയാൻ തോന്നുന്ന വിധത്തിൽ താഴേക്കിടയിലാണ് നമ്മളുള്ളത്. ഒരു വിശുദ്ധ മാസം മുഹറം നമ്മിലേക്ക് കടന്നു വന്നു. ഇന്നലെയോ ഇന്നോ നമുക്ക് പല രൂപത്തിൽ പറയാം. ഒരു വർഷത്തിന്റെ ആരംഭമാണെന്നോ, മറ്റൊരു വർഷം കടന്നുപോയി എന്നോ, നമ്മുടെ ഒരു വയസ്സ് കടന്നുപോയി, പുതിയൊരു കാലത്തേക്കാണ് നമ്മൾ ഉള്ളത് എന്നോ, നമ്മൾ ആയുസ്സിൽ നിന്നൊരു വർഷം കടന്നുപോയി, നമ്മൾ മരണത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നു, അതുകൊണ്ട് നന്നായി തീരണം, ഓർമ്മ വേണം മരണത്തെക്കുറിച്ച് എന്നൊക്കെ നമുക്ക് പറഞ്ഞു പോകാം മുഹറത്തെക്കുറിച്ച്.
പക്ഷെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി, മുഹറമുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്ര വസ്തുതയുണ്ട്. അതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദിമൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന ഫറഅൽ യഹൂദു യസൂമൂൻ ഫിൽ ആശുറാഇ ഫഖാല മാ ഹാദാ ഖാലൂ ഹാദാ യൗമുൻ സ്വാലിഹുൻ ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം ഫസ്വാമഹു മൂസ ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅന അഹഖു ബിമൂസ മിൻകും വസ്വാമഹു വഅമറ ബിസിയാമിഹി. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വചനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ ചെയ്ത് മദീനയിലെത്തിയ കാലത്ത് മദീനയിലെ യഹൂദികൾ മുഹറം 10 നോമ്പെടുക്കുന്നത് നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ അവരോട് ചോദിച്ചു, എന്താണ് ഇന്നത്തെ നോമ്പിന്റെ പ്രത്യേകത? അപ്പൊ അവർ പറഞ്ഞു, ഹാദ യൗമുൻ സ്വാലിഹുൻ, ഇന്നൊരു നല്ല ദിവസമാണ്. എന്താ കാരണം? ഹാദ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം, ഇത് ബനു ഇസ്രായേലിനെ അവരുടെ ശത്രുവായ ഫിറഔനിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി എടുത്ത ദിവസമാണ്. ഫസ്വാമഹു മൂസ, അതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ മൂസ അലൈഹിസ്സലാം നോമ്പെടുക്കാറുണ്ടായിരുന്നു ഈ ദിവസത്തിൽ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയെങ്കിൽ അന അഹഖു ബി മൂസാ മിൻകും, അങ്ങനെയാണെങ്കിൽ മൂസാ നബിയോട് നിങ്ങളെക്കാൾ കൂടുതൽ അടുപ്പവും ബന്ധവും ഉള്ളത് എനിക്കാണല്ലോ. അങ്ങനെ ഫസ്വാമഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഹറം 10 നോമ്പെടുത്തു. വഅമറ ബിസിയാമിഹി, സ്വഹാബത്തിനോട് നോമ്പെടുക്കാൻ നബി ആവശ്യപ്പെടുകയും ചെയ്തു. എന്താണ് നബിയെ ഈ നോമ്പിന്റെ പ്രത്യേകത എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തസിബു അയ്യകൂന അയ്യുകഫിറ അസ്സനത്തൽ മാളിയ, ഈ ഒരു നാളിന്റെ ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഉണ്ടായ വീഴ്ചകളും അബദ്ധങ്ങളും പാപങ്ങളും ഒക്കെ അള്ളാഹു മാപ്പ് നൽകും. അത്ര പ്രധാനപ്പെട്ട ദിവസമാണ്, നോമ്പാണിത് എന്നും പറഞ്ഞു. വഫാത്തായ വർഷത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി കടന്നു പറഞ്ഞു. അതെന്തായിരുന്നു നിങ്ങള്? ലഇം ബഖീതു ഇലാ ഖാബിലിൻ, ഒക്കെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. ലഇം ബഖീതു ഇലാ ഖാബിലിൻ, അടുത്ത വർഷവും എനിക്ക് ആയുസ് കിട്ടിയാൽ ലഅസൂമന്ന താസിഅ, ഞാൻ മുഹറം 9 നോമ്പെടുക്കും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ഈ മാസത്തിൽ ഇത്രമാത്രം ഫളലുണ്ടാവാനുള്ള കാരണമായി ബനൂ ഇസ്രായേലികൾ പോലും പറഞ്ഞത് ഇത് മൂസാ നബിയെയും അനുയായികളെയും അള്ളാഹു രക്ഷപ്പെടുത്തിയെടുത്ത ദിവസമാണ് എന്നാണ്. ആരെയാണ് ഈ അനുയായികൾ, ആരായിരുന്നു എന്നിടത്താണ് നമ്മുടെ ചർച്ച ഒതുങ്ങി നിൽക്കേണ്ടത്. മൂസാ കരീമുല്ലാഹി അലൈഹിസ്സലാമയുടെ അനുയായികൾ യൂസുഫ് നബിയുടെ കാലത്തോടുകൂടി ഈജിപ്തിൽ, പലസ്തീനിൽ നിന്ന് ഈജിപ്തിൽ വന്ന് താമസമുറപ്പിക്കുകയും ഈജിപ്തിന്റെ അധികാരത്തിലേക്ക് ഫറോവമാരെ കഴിഞ്ഞുപോയാൽ പിന്നീട് രണ്ടാമത്തെ കുടുംബമായി ആലു യൂസഫും പിന്നീട് അത് ആലു യഅ്ഖൂബുമായി മാറുകയും അവിടുത്തെ അവസാന വാക്കുകളായി അവർ മാറുകയും ചെയ്തിരുന്ന ഒരു അത്ഭുതത്തിന്റെ, അന്തസ്സിന്റെ, ആഭിജാത്യത്തിന്റെ, ഇസ്സത്തിന്റെ കാലത്ത് നിന്ന് അള്ളാഹുവിനെ വിട്ട്, തൗഹീദിനെ വിട്ട്, അള്ളാഹുവിന്റെ നിയമങ്ങളെ വിട്ട്, പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളോട് ധിക്കാരം പ്രകടിപ്പിച്ച് വിവിധ തരത്തിലുള്ള ശിർക്കുകൾക്കൊക്കെയും അവർ വഴിപ്പെട്ടപ്പോൾ, അവരതിന് കീഴ്പ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പണ്ടുണ്ടായിരുന്ന ആ ഇസ്സത്ത് ഇല്ലാതാക്കി. ആ ഇസ്സത്ത് ഇല്ലാതാക്കി എന്നല്ല, അവരുടെ ശത്രുപക്ഷത്ത് വരുന്ന ഭരണാധികാരികളെല്ലാം ബനൂ ഇസ്രായേലിന്റെ ശത്രുപക്ഷത്ത് വരികയും അവരിലെ ഏറ്റവും ക്രൂരനായ മനുഷ്യൻ റാംസസ് രണ്ടാമൻ എന്ന ചരിത്രവും ഫിറഔൻ എന്ന് വിശുദ്ധ ഖുർആനും പരിചയപ്പെടുത്തുന്ന അധികാരി അവരിലേക്ക് വരികയും ചെയ്തപ്പോൾ ബനൂ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആണുങ്ങളെയും പുരുഷന്മാരെയും അയാൾ അടിമവേല ചെയ്യിപ്പിക്കുകയും അവരിൽ ഒരു വിഭാഗം പുരുഷന്മാരെ ജനിച്ചു വീഴുമ്പോൾ തന്നെ കൊന്നൊടുക്കുകയും സ്ത്രീകളെ അവരുടെ എല്ലാ തരത്തിലുള്ള വൃത്തികേടിനും വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അദാബി യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അലീം. നിങ്ങൾ ഓർക്കണം, ബനൂ ഇസ്രായേലിനോട് അല്ല പറയാ, മുസ്ലിം സൊസൈറ്റിയോട് എന്ത് പറയാനുള്ളതും അത് തന്നെയാവണം. നിങ്ങൾ ഓർക്കണം, വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔൻ,
നാം നിങ്ങളെ ഫറോവയുടെ കുടുംബത്തിന്റെ ആ അക്രമമർദ്ദനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്തത് നിങ്ങൾ ഓർക്കണം. യസൂമൂനക്കും സൂ അൽ അദാബ്, അവർ നിങ്ങളെ അതികഠിനമായ വളരെ മോശമായ ശിക്ഷ പല വിധത്തിൽ അനുഭവിപ്പിച്ചിരുന്നു. വയുദബ്ബിഹൂന അബ്നാഅക്കും, നിങ്ങളിലെ ആൺകുട്ടികളെ ജനിച്ചു വീഴുമ്പോൾ തന്നെ കൊന്നൊടുക്കിയിരുന്നു അവർ. വയസ്തഹ്യൂന നിസാഅക്കും, നിങ്ങളിലെ പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെ അവർ സ്വതന്ത്രരായി അവരുടെ ലൈംഗികാവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള വൃത്തികേടുകൾക്കെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി അവർ വളർത്തുകയും ചെയ്തിരുന്ന മാരകമായ അധപ്പതനത്തിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിയെടുത്ത ദിവസമാണ് മുഹറം. അപ്പൊ മുഹറം നമുക്ക് നൽകുന്നത് പ്രതീക്ഷയുടെ സന്ദേശമാണ്. മുഹറം നമുക്ക് നൽകേണ്ടത് ആത്മവിശ്വാസത്തിന്റെ, അഭിമാനത്തിന്റെ, അന്തസ്സിന്റെ സന്ദേശങ്ങളാണ് നമുക്ക് മുഹറം നൽകേണ്ടത്. ഏത് രൂപത്തിലാണോ ബനി ഇസ്രായേൽ കരകയറിയത്, ആ കരകയറിയ അതേ മാർഗം ഉപയോഗപ്പെടുത്തുക എന്നതല്ലാതെ ഇന്ന് ലോകത്തെ മുസ്ലിമീങ്ങൾ വിവിധ തരം ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് രക്ഷപ്പെടാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല എന്ന് മുഹറം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് കാണേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയാ, സൂറത്ത് അൽ ഖസസിന്റെ 28ാമത്തെ അധ്യായത്തിന്റെ 5ാമത്തെ ആയത്തിൽ മൂസാ അലൈഹി ഇസ്ലാമിന്റെയും ബനൂ ഇസ്രായേലിന്റെയും കഥ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ അല്ലാഹു പറയുന്നു, വനുരീദു അന്നമുന്ന അലല്ലദീന സുളഇഫു ഫിൽ അർളി വനജഅലഹും അഇമ്മതൻ വനജഅലഹുമുൽ വാരിസീൻ. നാം ബനൂ ഇസ്രായേലികളെ കൊണ്ട് നാം ഉദ്ദേശിച്ചിട്ടുള്ളത് വനുരീദു അന്നമുന്ന അലല്ലദീന സുളഇഫു ഫിൽ അർള്, ഭൂമിയിൽ അധപ്പതിപ്പിക്കപ്പെട്ട, അപകടത്തിലാക്കപ്പെട്ട, ആക്രമിക്കപ്പെടുന്ന, മർദ്ദിക്കപ്പെടുന്ന, ഒന്നുമല്ലാതാക്കപ്പെട്ട ഒരു സമുദായത്തിന് മേൽ ദയാദാക്ഷിണ്യങ്ങൾ വർഷിക്കാനും വനജഅലഹും അഇമ്മ, അവരെ ലോകത്തിന്റെ നേതൃത്വത്തിലേക്കും വനജഅലഹുമുൽ വാരിസീൻ, അവരെ ലോകത്തിന്റെ അനന്തരാവകാശത്തിലേക്കും ഉയർത്തിക്കൊണ്ടുവരുവാൻ നാം ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ ബനൂ ഇസ്രായേലികൾക്ക് വരാനിരിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ആ കാലം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമുക്കറിയാം. ഫറോവയുടെ ആക്രമണങ്ങളും പീഡനങ്ങളും വർദ്ധിച്ചു വന്ന സമയത്ത് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമ തന്നെ പറഞ്ഞു, അല്ലാഹുവേ ഇന്നക വാതൈത ഫിറഔന വമലഅഹു സീനതൻ വഅംവാലൻ, അല്ലാഹുവേ ഞങ്ങളുടെ ശത്രുക്കൾക്ക് നീ ഈ ജാതി സൗകര്യങ്ങളും സമ്പത്തും ആധിപത്യവും ഒക്കെ നൽകിയത് ഈ പാവപ്പെട്ട സമുദായത്തെ ആക്രമിക്കാൻ വേണ്ടി മാത്രമാണല്ലോ അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവരെ തകർത്ത് തരിപ്പണമാക്കണമേ എന്ന് മൂസാ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഔഹൈനാ ഇലാ മൂസാ അനിസിരി, പടച്ചവനെ മൂസാ നബിയോട് അല്ലാഹു പറയാണ്, മൂസ നാം നിനക്കൊരു നിർദ്ദേശം നൽകുന്നു, നീ നിന്റെ ആളുകളുമായിട്ട് രാത്രി പോയിക്കോളൂ. അങ്ങനെ അവർ പോവുകയാണ്, നാട് വിട്ടു പോവുകയാണ്. ആ നാട് വിട്ടു പോകുന്നതിന്റെ പിന്നാലെ ഒച്ചയും പിടിയും കേട്ട് ഉണർന്ന ഫറോവയും കൂട്ടരും അവരും വന്നു. അങ്ങനെ അവർ ചെങ്കടലിന്റെ മധ്യത്തിൽ അരികിലെത്തി. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആളുകൾ ഭയപ്പെട്ടു പോയി. കാരണം മുമ്പിൽ ആർത്തലക്കുന്ന കടല്, പിന്നിൽ അതുപോലെ ആർത്തലക്കുന്ന ഫിറഔന്റെ സമുദ്രപേരുടെ സൈന്യം. നമ്മൾ പറയാറുണ്ടല്ലോ മലയാളത്തിൽ, ചെകുത്താനും കടലിനും ഇടയിൽ എത്തിപ്പെട്ട യഥാർത്ഥത്തിൽ അനുഭവം അവർക്കുണ്ടായി. ആ ബനൂ ഇസ്രായേലുകൾ നിലവിളിച്ചു, യാ മൂസാ ഇന്നാ ലമുദ്റകൂൻ, മൂസാ നാം ഇതാ പിടികൂടപ്പെട്ടു, ഇനി രക്ഷയില്ല. ഒന്നുകിൽ നമ്മൾ ചൂട് മുങ്ങിച്ചാവും, അല്ലെങ്കിൽ നമ്മളെ ഇവർ കൊന്നൊടുക്കും. പക്ഷേ മൂസാ കലീമുല്ലാഹി അലൈഹിസ്സലാം പറഞ്ഞൊരു വാക്കുണ്ടെന്നറിയൂ, കല്ലാ, ഇല്ല, ഇന്നമഴി റബ്ബി സയഹ്ദീൻ. അത് പറയാൻ, അത് പ്രഖ്യാപിക്കാൻ, അത് ഉൾക്കൊള്ളാൻ, ആ ഒരു അഭിമാന ബോധത്തിലേക്ക്, വിശ്വാസദാർഢ്യത്തിലേക്ക്, ഔന്നത്യത്തിലേക്ക് ഉയരാൻ ഈ സമുദായത്തിന് സാധിക്കേണ്ടത്. കല്ല, ഇല്ല സഹോദരങ്ങളെ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്നമഴി റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ സമുദായത്തിന്റെ മക്കൾക്ക് എത്ര പേർക്ക് കഷ്ടപ്പാടിൽ റബ്ബ് കൂടെ നിൽക്കുന്നു എന്ന തോന്നലുണ്ടാകുന്നുണ്ട്?
ഈ സമുദായത്തിന്റെ മക്കൾ റബീഉൽ മുഹറം വന്നാലും കർബലയിലേക്ക് തിരിയാൻ ഇവിടെ ആളുണ്ട്. അതിന്റെ പേരിൽ നേർച്ച നടത്താൻ ഇവിടെ ആളുണ്ട്. കർബല ശുഹദാക്കളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇവിടെ ആളുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇവിടെ ആളുണ്ട്. പ്രിയപ്പെട്ടവരെ, ലോകത്ത് ശിയയിസം കൊണ്ടുവന്ന ശിർക്കാണിത് എന്നെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞ് മൂസാ കലീമുല്ലാഹി അലൈഹി സ്വലാമിന്റെ മുഹറം 10 ഒന്ന് ആലോചിക്കാൻ നോക്കൂ നിങ്ങൾ. ഇന്ന മഴി റബ്ബി പറയാൻ കഴിയുന്നുണ്ട്. മുഹറം അല്ലേ? മുഹറത്തിലേക്ക് നമ്മൾ പോകേണ്ടത് എവിടെയാണ്? മുഹറം 10 അത് സംഭവിച്ചത് എന്നത് ബനൂ ഇസ്രായേലുകൾ പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെടുത്തുകയും ചെയ്ത സംഗതിയാണ് അല്ലേ? ഹാദാ യൗമുൻ സ്വാലിഹുൻ ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനീ ഇസ്രായീല മിൻ അദുവ്വിഹിം. ഇത് മൂസാ നബിയെയും ബനൂ ഇസ്രായേലിനെയും അല്ലാഹു അവരുടെ കഠിന ശത്രുവായ ആളിൽ നിന്ന് രക്ഷിച്ചെടുത്ത ദിവസമാണ്. ആ രക്ഷക്കുള്ള കാരണമാണ് മൂസാ കലീമുല്ലാഹി അലൈഹി സ്വലാം പറഞ്ഞു കല്ലാ ഇന്ന മഇ റബ്ബി. ആ ഒരു തൗഹീദ്, ആ ഒരു തവക്കുല്, ആ ഒരു ഈമാൻ ഈ സമുദായത്തിന് കൈമോശം വന്നു തുടങ്ങിയ അവിടെ നിന്നാണ് ഈ സമുദായം പഴയകാല ബനൂ ഇസ്രായേൽ അധപ്പതിച്ചതിനേക്കാൾ വലിയ അധപ്പതനത്തിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഒരു കാലം വരും അന്ന് ഈ സമുദായത്തെ ഇതര സമുദായങ്ങൾ വിശക്കുന്നവരുടെ മുമ്പിൽ എത്തിപ്പെട്ട ഭക്ഷണപാത്രത്തിലേക്ക് ആ വിശക്കുന്നവരെല്ലാം കൈയിട്ടു വാരുന്നത് പോലെ ഈ സമുദായത്തെ കൈയിട്ടു വാരുന്ന ഒരു കാലം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് അമിൻ ഖില്ലത്തി അദദിഹിം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ അന്ന് നമ്മൾ ന്യൂനപക്ഷമായതുകൊണ്ടായിരിക്കുമോ അങ്ങനെ സംഭവിക്കുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ ഇപ്പോഴാണ് ന്യൂനപക്ഷം, നമ്മളിപ്പോൾ 1-1.5 ലക്ഷം മാത്രമേ ഉള്ളൂ. വഹുമുൽ അക്സറൂൻ. ആ ഒരു കാലം വരുമ്പോൾ അവർ 145 കോടി ഉണ്ടാകും. നമ്മളെ അല്ലേ? അവരെന്ന് കണ്ടമാനം ആളുകൾ ഉണ്ടാകും. പക്ഷേ ഈമാനില്ലാതെ, തൗഹീദില്ലാതെ, തഖ്വയില്ലാതെ, ധാർമ്മിക നിഷ്ഠയില്ലാതെ, സാംസ്കാരികമായ മൂല്യങ്ങളോട് യാതൊരു വിധത്തിലുള്ള പരിഗണനയും ഇല്ലാത്ത ഒഴുക്കിലെ ചണ്ടിമുണ്ടാരങ്ങൾ പോലുള്ള പൊങ്ങുവ തടികളായിരിക്കും അവർ, ചണ്ടിമുണ്ടാരങ്ങളായിരിക്കും അവർ. അവരുടെ മേൽ അധപ്പതനം ഒന്നിനുമേൽ ഒന്നായി വന്ന് വീടുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞിടത്താണ് നമ്മളുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുഹറമിന്റെ സന്ദേശം എന്താണ്? വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലു സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള് കമാ ഇസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅബുദൂനനി ലാ യുശ്രികൂന ബിഹി ശൈആ. വിശുദ്ധ ഖുർആൻ പറയാ സൂറത്ത് നൂറിന്റെ 55-ാമത്തെ ആയത്തിൽ, വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലു സ്വാലിഹാത്തി, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ശരിയായ ഈമാൻ നിലനിർത്തുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് റബ്ബ് ഒരു വാഗ്ദത്തം, ഒരു ഓഫർ നൽകാം. എന്താണ്? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾക്ക് നാം അധികാരം നൽകാം. കമാ ഇസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങളുടെ മുമ്പുള്ളവർക്കുണ്ടായിരുന്നത് പോലുള്ള അധികാര സ്ഥാനങ്ങൾ, അധികാരം നിങ്ങൾക്കും നൽകാം. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും, അല്ലാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്ന ദീനുൽ ഇസ്ലാമിനെ ഒരു വിധത്തിലുള്ള പ്രയാസവുമില്ലാതെ അനുഭവിക്കാനുള്ള, ആചരിക്കാനുള്ള, ജീവിക്കാനുള്ള സാമൂഹിക സാഹചര്യം ഒരുക്കിത്തരാം. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വിവിധ തരത്തിലുള്ള ഭയപ്പാടുകളിൽ നിന്ന് നിർഭയത്വത്തിന്റെ, സുരക്ഷിതത്വത്തിന്റെ ഒരു സാഹചര്യവും നിങ്ങൾക്കുണ്ടാക്കി തരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നു മാത്രമാണ്, യഅബുദൂനനി, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുന്നവരായിരിക്കണം. സുബ്ഹാനല്ലാഹ്. കല്ലാ ഇന്ന മഇ റബ്ബി സയഹ്ദീൻ. അല്ലേ? നാട്ടിൽ കാണുന്ന കിടത്തിയതും ഇരുത്തിയതും നിർത്തിയതുമായ എല്ലാ വിധത്തിലുള്ള കേന്ദ്രങ്ങളെയും ഭയപ്പെടുന്ന, പടച്ചവരെ പേടിയില്ലാത്ത ഒരു സമുദായം അല്ലേ? ഒരു നൂല്, ഒരു ഉറുക്ക്, ഒരു ഏലസ് കണ്ടാൽ അതിലേക്ക് എല്ലാം കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സമുദായം. ഈ സമുദായത്തിന് മുഹറം എന്ത് നൽകാനാണ്? ഈ സമുദായത്തിന് പരിശുദ്ധ ഖുർആൻ എന്ത് നൽകാനാണ്?
ഈ സമുദായത്തിന് അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാനുള്ള യോഗ്യതയുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവർ അറിയുക, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് യഅ്ബുദൂനനി, നിങ്ങൾ അതിൽ ചെയ്യേണ്ടത് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. അത് മാത്രമാണ് നിങ്ങളിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്. മറിച്ച് നിങ്ങൾക്ക് നൽകാനുള്ളത് ഇതൊക്കെയാണ് താനും എന്ന്. മറ്റൊരിടത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്തറിയോ? ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും بأن لهم الجنة يقاتلون في سبيل الله فيقتلون ويقتلون وعدا عليه حقا في التوراة والإنجيل والقرآن ومن أوفى بعهده من الله فاستبشروا ببيعكم الذي بايعتم به وذلك هو الفوز العظيم. നിങ്ങളുടെ സമ്പത്തും ശരീരവും നിങ്ങളുടെ മനസ്സും ശരീരവും നിങ്ങൾ എനിക്ക് വിട്ടുതരികയും എന്റെ ഇഷ്ടത്തിന് വേണ്ടി നിങ്ങൾ അത് വിനിയോഗിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് പകരം സ്വർഗം നൽകാമെന്ന് ഞാനിതാ വിശ്വാസി സമൂഹത്തിന് ഓഫർ നൽകുന്നു. അത് ഇവിടെ മാത്രമുള്ളതല്ല. വഅദൻ അലൈഹി ഹഖ്ഖൻ ഫിത്തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ, മഹത്തായ 3 വേദഗ്രന്ഥങ്ങളിലും ആ ഒരു വാഗ്ദത്തമുണ്ട്. ഫമൻ ഔഫാ ബിഅഹ്ദിഹി മിനല്ലാഹ്, റബ്ബിനോളം വാക്കുപാലിക്കുന്നവർ വേറെ ആരുമില്ല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഫസ്തബ്ശിറൂ ബിബൈഅികുമുല്ലദീ ബയഅതും ബിഹി, അത്തരമൊരു ഏർപ്പാടിൽ കച്ചവടത്തിൽ ഭാഗമാക്കാവുവാൻ സാധിച്ചു എന്നത് നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാവണം. വദാലിക ഹുവൽ ഫൗസുൽ അലീം, അതാണ് വമ്പിച്ച വിജയം. അതിനെന്തുണ്ടാവണം? അതിനുണ്ടാവേണ്ടുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ അത്താഇബൂനൽ ആബിദൂനൽ ഹാമിദൂന സായിഹൂന റാക്കിഊന സാജിദൂൻ അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകരി വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹ്. നിങ്ങൾക്ക് തൗബയുള്ളവരാവണം നിങ്ങൾ. അത്താഇബൂൻ, ഇബാദത്തുള്ളവരാവണം നിങ്ങൾ. അള്ളാഹുവിന് സ്തുതി പാടുന്നവരാവണം നിങ്ങൾ. അള്ളാഹുവിന് വേണ്ടി സഞ്ചരിക്കുന്നവരാവണം നിങ്ങൾ. അള്ളാഹുവിന്റെ മുമ്പിൽ റുക്കൂഉം സുജൂദ് ചെയ്യുന്നവരാവണം നിങ്ങൾ. നന്മ കൽപ്പിക്കുന്നവരാവണം, തിന്മ വിരോധിക്കുന്നവരാവണം. അള്ളാഹുവിന്റെ നിയമാതിർത്തികൾക്കുള്ളിൽ ഒതുങ്ങി നിന്ന് ജീവിക്കുന്നവരാവണം. വബശ്ശിരിൽ മുഅ്മിനീൻ, അത്തരക്കാർക്കാണ് ഈ സന്തോഷ വാർത്ത, ഈ സന്തോഷം അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക എന്നാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടി ആലോചിക്കുക. ഒരു മാസം വരുന്നു, ഒരു വർഷത്തിന്റെ തുടക്കമാണ്, ഹിജ്റ വർഷത്തിന്റെ തുടക്കമാണ്. ഈ ഹിജ്റ വർഷം മുഹറമിലല്ല തുടങ്ങിയത് എങ്കിലും നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോണില്ല, അല്ലേ? നമ്മളെ സംബന്ധിച്ച് മുഹറം നൽകുന്നത് എന്താണ്? നമുക്കൊരു മുൻഗാമിത്വം, ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾക്ക് അന്തസ്സുള്ള ഒരു കാലമുണ്ടായിരുന്നു. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ച ഒരു കാലമുണ്ടായിരുന്നു. നമ്മളെ മറ്റുള്ളവർ ശ്രദ്ധിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നമ്മളെ നോക്കി കാര്യങ്ങൾ പഠിച്ചിരുന്ന ഒരു കാലം ലോകത്തുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നോക്കം പോയി മറ്റുള്ളവർ ഉയരുകയല്ല ചെയ്തത്, നമ്മൾ പിന്നോക്കം പോവുകയാണ് ചെയ്തത്. നമ്മളിപ്പോ പറയുന്നത് എന്താ? ഞങ്ങൾ OBC പെട്ട ആൾക്കാരെ, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് ഉയർന്നു പോകണം താല്പര്യമില്ല, അല്ലേ? നമുക്ക് ഉയർന്നു പോകണം താല്പര്യമില്ല. നമുക്ക് ഈ OBCയിൽ നിന്നിട്ട് അതുകൊണ്ട് കിട്ടുന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത് അതുകൊണ്ട് ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ പോകല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല, ഇത് ശാശ്വതമല്ല എന്നർത്ഥം. ഈ അധപ്പതനത്തിന്റെ കാലം, ഈ ആക്രമണങ്ങളുടെ കാലം, ഈ തിരിച്ചടികളുടെ കാലം, ഇത് ശാശ്വതമല്ല. ഇതിനപ്പുറത്ത് വിശാലമായ ഒരു കാലം, സന്തോഷത്തിന്റെ കാലം, അന്തസ്സിന്റെ കാലം, അഭിമാനത്തിന്റെ കാലമുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കും. വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അഅലൗൻ, നിങ്ങൾക്ക് തന്നെ പഴയ കാലത്തെ ഔന്നത്യത്തിലേക്ക് തിരിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. എങ്ങനെയെങ്കിൽ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ശരിയായ മുഅ്മിനീങ്ങളാണെങ്കിൽ വക്കാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കുക എന്നത് റബ്ബിന്റെ ബാധ്യതയാകുന്നു. ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, നമ്മുടെ പ്രവാചകന്മാരെയും ആ പ്രവാചകന്മാരെ അതുപോലെ തന്നെ അനുധാവനം ചെയ്ത മുഅ്മിനീങ്ങളെയും ദുനിയാവിലും ആഖിറത്തിലും നാം തീർച്ചയായും സഹായിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്, അല്ലാഹു നടപ്പാക്കി കാണിച്ചു തന്ന കാലമാണ്, മാസമാണ്, ദിവസമാണ് മുഹറം.
മുഹറമിലെ 10. അതല്ലാതെ ഇത് ദുശകുനങ്ങളുടെ, ഗ്രഹപ്പിഴകളുടെ, അപശകുനങ്ങളുടെ, കഷ്ടകാലത്തിന്റെ ഒരു നന്മയും തുടങ്ങാൻ പാടില്ലാത്ത കാലമല്ല പ്രിയപ്പെട്ടവര്. നിക്കാഹ് നടത്താൻ പാടില്ല, നിശ്ചയിക്കാൻ പാടില്ല, വീടുണ്ടാക്കാൻ പാടില്ല, കുറ്റിയടിക്കാൻ പാടില്ല, കച്ചവടം തുടങ്ങാൻ പാടില്ല, ഒരു പണിയെടുക്കാൻ പാടില്ല. കാരണം എന്താ? ഇത് മുഹറം മാസമാണെന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖ സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം. ഈ 12 മാസങ്ങളിൽ 4 മാസം അള്ളാഹു ആദരിച്ച മാസമാണെന്ന. ആദരിച്ച മാസം എന്ന് മാത്രമല്ല, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഫ്ളലു സുയാമി ബഅദ റമളാൻ. വിളിക്കോളുകള് പ്രത്യേക ഒരു പ്രയോഗ. അഫ്ളലു സുയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം എന്നാണ്. അള്ളാന്റെ മാസം എന്നാ പറഞ്ഞ്. റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നീട് നോമ്പെടുക്കാൻ ഏറ്റവും നല്ല മാസം ശഹ്റുല്ലാഹ്, അള്ളാന്റെ മാസം. 11 മാസങ്ങൾക്ക് ആ പേര് പറഞ്ഞില്ല. അള്ളാന്റെ മാസം ഇപ്പൊ എന്താ? നമുക്ക് ഒന്നിനും പറ്റാത്ത മാസം അല്ലേ? ഈ സമുദായം എവിടെ നിന്ന് കരകയറാനാണ്? അള്ളാഹു ആദരിച്ച മാസം, അള്ളാഹു തന്നോട് ചേർത്ത് പറഞ്ഞ മാസം, അതെന്റെ മാസമാണെന്ന് പറഞ്ഞു. മറ്റൊന്നൊന്നും അള്ളാന്റെ മാസം അല്ലായിട്ടല്ല. ഉപ്പാന്റെ കുട്ടിയിട്ട് വന്നാന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതൊന്നും ഉപ്പാന്റെ കുട്ടികളല്ലാത്തതുകൊണ്ടല്ലോ. അവനോടൊരു പ്രത്യേക കൃപയുണ്ട്, ഒരു വാത്സല്യം ഉണ്ടെന്നല്ല അതിന്റെ അർത്ഥം. അള്ളാഹുവിന് പ്രത്യേകമായി താല്പര്യമുള്ള മാസം, അതിന്റെ മെസ്സേജ്, അതിന്റെ സന്ദേശം, അതിന്റെ റിസാലത്ത് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അണയാൻ ശ്രമിക്കുന്നവരാവുക. അവിടെയാണ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവുക. ആ മെസ്സേജ് തൗഹീദാണ്, തവക്കുലാണ്. അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിച്ച് അള്ളാഹുവിന് മാത്രം ആരാധന ചെയ്തുകൊണ്ട് ജീവിച്ചു കൊണ്ടിരുന്ന ഒരു സമുദായത്തിന് നഷ്ടക്കണക്കുകൾ മാത്രം എഴുതി ചേർക്കേണ്ടിയിരുന്ന നൂറ്റാണ്ടുകൾക്ക് ശേഷം അവരിലേക്ക് തൗഹീദിന്റെ തിരുനാളവുമായി ഒരു മഹാപ്രവാചകൻ കടന്നു വരുന്നു. ആ മഹാപ്രവാചകന്റെ പിന്നാലെ കൂടിയ ആളുകളെ അത്ഭുതകരമായി അള്ളാഹു രക്ഷപ്പെടുത്തുന്നു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഇസ്ലാമിനെതിരെ നിൽക്കുന്ന ഭരണാധികാരികളൊക്കെ കൂടെ ചേർത്താലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്തറിയോ? വഇന്ന ഫിർഔന ലആലിം ഫിൽ അർള് വഇന്നഹു ലമിനൽ മുസ്രിഫീൻ എന്നാണ്. ഫിർഔനിനോളം അഹങ്കാരിയായ ഒരു മനുഷ്യൻ, ഒരു ഭരണാധികാരി ലോകത്തുണ്ടായിട്ടില്ല. അയാളെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം പറയിപ്പിച്ചത്. ഫലമ്മ അദ്റകഹുൽ ഗറഖു ഖാല ഇന്നി ഖാല ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖു. അയാൾ ആ ചെങ്കടലിൽ മുങ്ങുകയാണ്. എപ്പോഴാണ്? ഇന്ന മഴ റബ്ബി സയഹ്ദീൻ എന്ന മൂസാ കലീമുല്ലാഹി അലൈഹി സ്വലാമയുടെ ആ അത്ഭുതകരമായ പ്രഖ്യാപനം കേട്ടപ്പോൾ അല്ലാഹു പറഞ്ഞു ഫഔഹൈനാ ഇലാ മൂസ. നാം അപ്പോൾ മൂസയോട് പറഞ്ഞു ബഹർ, ആ കടലിൽ ഒന്ന് അടിച്ചേക്ക്. മൂസ വടി കൊണ്ട് താങ്കൾ ആ കടലിൽ ഒന്ന് അടിക്കുക. മൂസാ കലീമുല്ലാഹി അലൈഹി സ്വലാം അടിച്ചു. നമ്മളിപ്പോ എന്താ ആ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യം എന്നുള്ളടത്ത് നമ്മള് രണ്ട് മഹാപർവ്വതങ്ങൾ മാറി നിൽക്കുന്നത് പോലെ കടലലകൾ ഒതുങ്ങി വെള്ളം രണ്ടു ഭാഗത്തേക്ക് മാറി നിന്നു. അതിനിടയിലൂടെ ബനൂ ഇസ്രായേൽ കടന്നുപോയി. അവരുടെ പിന്നാലെ ബനൂ ഇസ്രായേലിന്റെ പിന്നാലെ ഫിറഔനും കൂട്ടരും അവരും കടന്നുപോയി. അവസാനത്തെ ഇസ്രായേലിയും ചെങ്കടലിനപ്പുറത്ത് പോയപ്പോൾ കടൽ പഴയ രൂപത്തിലേക്ക് തന്നെ മാറി. മുങ്ങിപ്പൊങ്ങിയിട്ട് ശ്വാസം കെട്ടാതെ പിടഞ്ഞ ഫിറഔൻ ആ ബനൂ ഇസ്രായേൽ കേൾക്കെ നിലവിളിച്ചു, ആമൻതു ബിലാ ഇലാഹ ഇല്ലല്ലദീ ആമന ബിഹി ബനൂ ഇസ്രായേൽ. ഇപ്പൊ എനിക്ക് വിശ്വാസമായി. ബനൂ ഇസ്രായേൽ വിശ്വസിക്കുന്ന ആ ഇലാഹല്ലാതെ വേറെ ഇലാഹില്ലാതെ ഞാൻ സംഭവിച്ചു. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമുമായി എന്ന് നിലവിളിപ്പിച്ചിട്ടാണ് പോയത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചടിച്ചത് ആൻ, ഇപ്പോഴേ സമയം ഉണ്ടായുള്ളൂല്ലേ എന്നാ. മുഅ്മിനീങ്ങൾ ആലോചിച്ചോളി, തൊണ്ടക്കുഴിയിൽ മരണം വരുന്ന സമയത്ത് നമ്മൾ മുസ്ലിമായിട്ട് പിടികിട്ടൂല എന്നാണ്. ആൻ ഇപ്പോഴേ സമയം ഉണ്ടായുള്ളൂ എന്ന് ചോദിച്ചു നാം. ആ ഓർമ്മ നമുക്ക് പുതുക്കാൻ ലഭിക്കുന്ന അത്ഭുതകരമായ ഒരു അവസരമാണ്, അഭൂതപൂർവമായ അവസരമാണ് മുഹറം. അതുകൊണ്ട് നമ്മൾ ഫിറൗനിന്റെ ആളുകളാവാതിരിക്കുക, മൂസാ കലീമുല്ലാഹി അലൈഹി സ്വലാമിന്റെ ആളുകളാവുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകളാവുക, പരിശുദ്ധ ഖുർആനിന്റെ ആളുകളാവുക, മുഹറം നൽകുന്ന സന്ദേശം ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ തയ്യാറാവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. യാ റബ്ബൽ ആലമീൻ.
كما ربياني صغيرا. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله وسلم على رسولنا وحبيبنا وصفينا وصفينا محمد الأمين وعلى آله وأزواجه الطاهرات أمهات المؤمنين وأصحابه الفائزين المجاهدين في سبيل الله ومن تبعهم بإحسان إلى يوم الدين وحسن أولئك رفيقا. أما بعد أيها الإخوان اتقوا الله وكونوا عباد الله. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുയായികളായി മാറാനും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പരിശ്രമിക്കുക, തഖ്വയാർന്ന് ജീവിക്കാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിനാണ് ഷർത്തുകൾ എന്ന് പറയുക എന്ന് നമ്മൾ പറഞ്ഞു. ഷർത്തുകളില്ലാതെ പോയാൽ നമസ്കാരം സ്വീകാര്യമാവുകയില്ല. 5 ഷർത്തുകളാണുള്ളത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിലൊരു ഷർത്ത് നഗ്നത മറയുക എന്നതാണ്. നഗ്നത മറയുക എന്നിടത്ത് നമ്മൾ പാലിക്കേണ്ടുന്ന ചില നിബന്ധനകൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു. വസ്ത്രം എന്തിനാണ് അള്ളാഹു ഇറക്കിയത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിരുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്ന വസ്ത്രത്തിന്റെ താല്പര്യങ്ങൾ 2ആണ്. യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീസ. മനുഷ്യരെ, നാം നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നിട്ടുള്ളത് യുവാരി സൗആതികും. അതിന്റെ പ്രഥമമായ ലക്ഷ്യം, ഉദ്ദേശം നിങ്ങളുടെ നഗ്നത മറയുക എന്നതാണ്. ആദം അലൈഹിസ്സലാം നഗ്നത മറക്കാൻ ഉപയോഗിച്ചത് എന്തെന്ന് നമുക്കറിയാലോ. എന്താണ്? ഫതൗഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന എന്ന ഖുർആൻ പറഞ്ഞത്. സ്വർഗത്തിലെ ഒരു ഇലയെടുത്ത് അവർ പൊത്തിപ്പിടിക്കുകയാണ് ഉണ്ടായത്. ആ ഇല പിന്നീട് വളർന്നു വന്ന് മരവുരിയായി, മരത്തോലായി, പിന്നീട് മൃഗത്തോലായി, പിന്നീട് വസ്ത്രമായി മാറി മാറി വളർന്ന് മനുഷ്യൻ നഗ്നത മറക്കാൻ കാലങ്ങളായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന സമ്പ്രദായത്തിൽ നിന്ന് ഇപ്പോൾ 4ഉം 5ഉം വസ്ത്രം ശരീരത്തിൽ ഉണ്ടെങ്കിൽ പോലും കാണരുത് എന്ന് ഖുർആൻ പഠിപ്പിച്ച, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഭാഗങ്ങൾ കാണുകയും അല്ലാത്ത ഭാഗങ്ങൾ മറയുകയും ചെയ്യുന്നിടത്തേക്ക് നമ്മൾ പോയിട്ടുണ്ടോ? ഉണ്ടോ? വസ്ത്രം നമ്മുടെ ശരീരത്തുണ്ട്, അത് എന്തിനാണ് എന്ന പ്രാഥമികമായ ഉദ്ദേശം അത് മാറിപ്പോയോ? വരീസൻ, രണ്ടാമത് വസ്ത്രം ധരിച്ചാൽ മനുഷ്യന് അഭിമാനവും സൗന്ദര്യവും ഉണ്ടാവണമെന്നാണ്. നമ്മുടെ മക്കളിൽ ഒരു വിഭാഗത്തിന്റെ വസ്ത്രം കണ്ടാൽ അവർക്ക് അഭിമാനമുണ്ടെങ്കിലും കാണുന്നവർക്ക് മാനക്കേടാണ്. പ്രിയപ്പെട്ടവർ, അതെന്റെ മോനാണെന്ന് പറയാൻ പലപ്പോഴും വാപ്പാക്കുമാക്കൊരു ഒരു അപമാനമുണ്ട്. മനുഷ്യന്മാരെ, എന്റെ മോനാ ചങ്ങായി അത് ചോദിക്കൂലേ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ. മിനിഞ്ഞാന്ന് പള്ളിയിൽ കയറി വന്നപ്പോ കണ്ടൊരു സംഗതി എന്താ അറിയോ? ഒരു ചെറുപ്പക്കാരന്റെ ടീഷർട്ടിന്റെ ബാക്കിൽ ഒരു രൂപ ഉണ്ട്. എന്തിന്റെ രൂപ എന്നറിയ ഞങ്ങള്? ഒരു വൃത്തികെട്ട, ഒരുപാട് കൊമ്പല്ലുകൾ ഞങ്ങൾ തുറപ്പിച്ചു നിൽക്കുന്ന ഒരു ജീവിയുടെ ചിത്രം ടീഷർട്ടിന്റെ ബാക്കിൽ പള്ളിയിൽ. ഞാൻ ഇന്ന് രാവിലെ കൂടെ ആലോചിച്ച്, പഠിച്ചവരെ, ആ ബാക്കിൽ നിന്ന മനുഷ്യന്മാരെ മുഴുവൻ നിസ്കാരം പോയിട്ടുണ്ടാവില്ലേ? പ്രിയപ്പെട്ടവർ, കുട്ടികൾ മനസ്സിലാക്കാൻ ഞാനത് പറയട്ടോ. ഉമ്മാരും വാപ്പാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അവരെവിടെ പഠിക്കണം, എന്ത് തിന്നണം എന്ന് തീരുമാനിക്കാനുണ്ട്. നമ്മൾ തീരുമാനിക്കുന്ന അവരെങ്ങനത്തെ വസ്ത്രം ധരിക്കണം എന്ന് കൂടി തീരുമാനിക്കാൻ തയ്യാറാവണം. യാബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ. ആ ഒരു ഇല കൊണ്ട് ആദമും ഹവ്വയും നഗ്നത മറച്ചിരുന്നു അല്ലേ. ആ ഇലയിൽ നിന്ന് മീറ്റർ കണക്കിനുള്ള വസ്ത്രമായപ്പോൾ നഗ്നത മറയുകയല്ല, വെളിവാവുകയാണ് ചെയ്യുന്നത് എന്നത് എന്തിന്റെ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്? രണ്ടാമത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതേ വസ്ത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് വലിബാസു തഖ്വ ദാലിക ഖൈർ എന്നാണ്. വസ്ത്രത്തിൽ ഒരു തഖ്വയുണ്ട് മുഅ്മിനീങ്ങളെ. വസ്ത്രം ധരിക്കുന്നിടത്ത് ഒരു തഖ്വയുണ്ട്. അത് ആദ്യം മനസ്സിനുണ്ടാവേണ്ടുന്നതാണ്. മനസ്സിനാണ് ആദ്യം തഖ്വയുണ്ടാവേണ്ടത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ശരിയാവും. മൂന്നാമത് ഖുർആൻ നമ്മളോട് കൽപ്പിച്ചത് യാ ബനി ആദം ഖുദൂ ദീനതകും ഇൻദ കുല്ലി മസ്ജിദ് എന്നാണ്. മുഅ്മിനീങ്ങളെ, നമസ്കരിക്കുന്ന സമയങ്ങളിലെല്ലാം അന്തസ്സുള്ള, അഭിമാനമുള്ള, അലങ്കാരമുള്ള, വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം എന്ന്. ഇമാം അബൂ ഹനീഫ റഹിമഹുള്ളാഹ് വില കൂടിയ വസ്ത്രങ്ങൾ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി മാത്രമേ അദ്ദേഹം മാറ്റിവെച്ചിരുന്നു എന്ന് കാണാം.
ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് പോകുമ്പോൾ ചുറ്റുപാടുകളിൽ കൂടി എത്തുന്ന രൂപത്തിലുള്ള സുഗന്ധം അദ്ദേഹം ഉപയോഗിച്ചിരുന്നു എന്ന് കാണാം. ഇമാം ഷാഫി റഹിമഹുല്ലയും വളരെ വൃത്തിയും വില കൂടിയതുമായ വസ്ത്രങ്ങളായും ധരിച്ചിരുന്നത് എന്ന് കാണാം. മദ്ഹബിന്റെ ഇമാമിയങ്ങളെ ഞാൻ പറഞ്ഞതെന്നറിയോ, അവരിൽ ഒരാൾക്കും മറ്റു പേര് അഭിപ്രായ വ്യത്യാസമല്ല, ഏത് ഈ കീറിയതും പാറിയതും ചെളി പിടിച്ചതും വൃത്തികെട്ടതുമായ വസ്ത്രങ്ങൾ ധരിച്ച് പള്ളിക്ക് വരണമെന്ന് ഇവർ ആരും പറഞ്ഞില്ല. അത് എവിടെയോ വന്നുപോയൊരു അബദ്ധമാണ്. അവിടെ പ്രിയപ്പെട്ടവരെ, അക്കാര്യം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം ആ വിഷയത്തിലുള്ളത് മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇദാരി ഫഫിന്നാർ എന്നാണ്. പുരുഷന്മാരോടാണ്. മനുഷ്യരെ, നിങ്ങളുടെ പുരുഷന്മാരെ, നിങ്ങളുടെ വസ്ത്രം നെരിയാണിക്ക് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഫഫിന്നാർ, അത് നരകത്തിലാണ്. അത് നിസ്കരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിലും ശരി, നമസ്കരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിലും ശരി, വസ്ത്രം നെരിയാണിക്ക് താഴേക്ക് വന്നാൽ, ഞാൻ തമാശയായിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആള് സ്വർഗത്തിലാണെങ്കിലും ആ കാല് നരകത്തിലായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ ഇങ്ങോട്ട് വന്നിട്ട് കയറ്റി വെക്കേണ്ടതല്ല നമ്മുടെ പാൻറ്റും തുണിയൊന്നും. പള്ളിയിൽ നിന്നാണ് പോകുമ്പോൾ അതാണ് താഴ്ത്തി വെക്കുന്ന ഒരു സ്വഭാവം കാണുന്നു. ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അള്ളാഹ്ക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് അഫ്ളലുൽ ഇബാദയാണെന്ത്? അസ്വലാ. അവിടെയാണ് ആ ആയത്തിന് പ്രത്യേകതയുള്ള ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നമസ്കാരത്തിന്റെ ബാക്കി പത്രങ്ങളെ കുറിച്ച്, നമസ്കാരത്തിന്റെ ഉള്ളിലുള്ളതല്ല, അതിന്റെ മാഹൗലുകൾ ഞങ്ങൾ അറബി പറയും, ചുറ്റുപാടുകൾ, വേറബൌട്ട്സ് നിങ്ങൾക്ക് പറയാം. അതിന്റെ ചുറ്റുപാടുകളിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾക്കാണ് ഷർത്ത്. ആ ഷർത്തുകളെ കുറിച്ച് അലസത കാണിക്കുന്ന ആളുകളുടെ നമസ്കാരം കൊണ്ട് അവർക്ക് നാശമാണ് ഉണ്ടാവുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സമുദായമേ, ഈ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക, വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുക. അത്തരം വസ്ത്രങ്ങൾ നമുക്ക് വേണ്ട എന്ന് വെക്കുക. നമ്മൾ ധരിക്കുമ്പോൾ മരിക്കാൻ പാകത്തിലുള്ള വസ്ത്രമായിരിക്കണം, നരകത്തിൽ പോകാത്ത വസ്ത്രമായിരിക്കണം, അതുള്ളിൽ അന്തസ്സുള്ളതായിരിക്കണം. എൻ്റെ അന്തസ്സ് വേറെ, പക്ഷെ എന്റെ തന്തവൈബുകൾ ഉണ്ടല്ലോ, എന്റെ വാപ്പാന്റിമാന്റെ അന്തസ്സും അത് വേറെയാണ്. ആ അന്തസ്സിലാണ് കൂടുതൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പിൻബലം ഉണ്ടാവുക, നമ്മുടെ യൂത്ത് വൈബിനല്ല. അതുകൊണ്ട് അവർ പറയും, മക്കളെ, മോനെ, മോളെ, ആ കുപ്പായം നമുക്ക് വേണ്ട, ആ പാൻറ് പോരാ, അതൊന്നാണ് മുറിച്ചേക്ക് എന്ന് പറയുമ്പോ, നിങ്ങളെ കാലല്ല വാപ്പ എന്ന് പറഞ്ഞാൽ പോകേണ്ടത് വാപ്പയും വാപ്പ കിടക്കണം അതേപോലെ തന്നെ കുഴിക്ക് തന്നെയാണ് നിന്റെ പ്രിയപ്പെട്ട മക്കൾ മനസ്സിലാക്കണം. അള്ളാഹു നമ്മളെ യഥാർത്ഥ ദീനിനെ അംഗീകരിക്കാൻ, ആദരിക്കാൻ, ബഹുമാനിക്കാൻ, അത് നടപ്പിൽ വരുത്തുവാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ വിധത്തിലുള്ള വീഴ്ചകളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ കുറ്റങ്ങളും റഹ്മുർ-റഹീമീനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. പടച്ചവനെ, തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കാൻ, പ്രവാചകന്മാർ ഉൾക്കൊണ്ട തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കാൻ, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുതലായവർ പ്രഖ്യാപിച്ച ആ മഹത്തായ തൗഹീദിന്റെ മുദ്രാവാക്യം ഹസ്ബി അല്ല പ്രഖ്യാപിക്കാൻ ഈ മുഹറം ഞങ്ങൾക്ക് അനുഗ്രഹം അവസരമാക്കണമേ. പടച്ചവനെ, അറിഞ്ഞും അറിയാതെയും ഈ സമുദായത്തിലും ഞങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ വന്നുപോയ എല്ലാ തരത്തിലുള്ള വിശ്വാസപരമായ വൈകല്യങ്ങൾക്കും മാപ്പ് നൽകണമേ റഹ്മാനെ. അവയൊക്കെ മറികടക്കുന്ന വിധത്തിൽ നന്മകൾ ചെയ്യാനുള്ള ആയുസ്സും ഈമാനും പ്രോത്സാഹനവും നൽകണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക്, സത്യവിശ്വാസികൾക്കെല്ലാം മഗ്ഫിറത്ത് നൽകണമേ റഹ്മാനെ. ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരും അല്ലാത്തവരുമായ മുഴുവൻ സഹോദരങ്ങളുടെ രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ, വിഷമങ്ങൾ ശിഫയാക്കി കൊടുക്കുകയാണമേ റഹ്മാനെ. സാമ്പത്തികവും ശാരീരികവും മാനസികവും വൈയക്തികവും ഗാർഹികവുമായി അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങൾക്കും പരിഹാരം നൽകണമേ റഹ്മാനെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരിക്കുകയാണെങ്കിലും നിന്റെ ഇഷ്ടക്കാരായി മരിക്കാനുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ വ അജ്ർ വാലിദീനാ വ അഹ്ലിനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ഖാതിലിൽ കഫറത്തുൽ യഹൂദ്. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅനാ വ അഅദാഅക വ അഅദാഅദ്ദീൻ. അല്ലാഹുമ്മ ലാ തുസല്ലിത് علينا من لا يرحمنا ولا تسلط علينا عدوا ولا حاسدا. اللهم منزل الكتاب مجري السحاب سريع الحساب حازم الاحزاب اهزمهم وزلزلهم يا عزيز يا جبار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
واغفر لنا ذنوبنا وخطايانا يا غافر المذنبين توفنا مسلمين والحقنا بالصالحين وصلى الله وسلم على محمد.